വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മേ വിത്ത് സഞ്ജൂസ് വ്ലോഗ്. ഗൈസ്, ഇന്ന് എൻ്റെ ഞങ്ങളുടെ ഓഡിറ്റോറിയം ഉദ്ഘാടനമാണ് ഗൈസ്, സ്റ്റാർ പാലസ് ഓഡിറ്റോറിയം. അതെ ഗൈസ്, ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനമാണ്. 7-ാം മൈലിലാണ് ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നത്. സ്റ്റാർ പാലസ് ഓഡിറ്റോറിയം, അവർ ഡ്രീം പാലസ്. ഗൈസ്, എൻ്റെ ഫ്രണ്ട് വശമാണ്. ഇവിടെ നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ സൈഡിലേക്ക് വണ്ടി ഒതുക്കുകയാണ്. ഇത് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജാണ്. സ്റ്റാർ പാലസ് പേര് പോലെ ജിപ്സം വർക്ക് സ്റ്റാർ ഷേപ്പിലാണ്. കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചൂടത്ത് അവിടെ വന്ന് AC-യിലിരുന്ന് നല്ല കൂളായതിന് ശേഷം മാത്രം നമുക്ക് സ്റ്റേജിനകത്തേക്ക് കയറിയാൽ മതി. എനിക്ക് ഈ ഹാള് ഏറ്റവും ഇഷ്ടപ്പെട്ട്. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഉന്തം തള്ളും അടിയും ഒക്കെ ആയി പുറത്തിങ്ങനെ നിൽക്കുന്നതിനേക്കാളും നല്ലതല്ലേ അത് കയറി റെസ്റ്റ് എടുത്തതിന് ശേഷം കൂളായതിന് ശേഷം അകത്തേക്ക് കയറുന്നത്. എവിടെയാണ് എൻ്റെ പപ്പയുടെയും മമ്മയുടെയും ഓർമ്മയ്ക്കായിട്ടുള്ള ഫോട്ടോ. രണ്ടുപേരുടെയും അനുഗ്രഹം ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉയർച്ചയ്ക്കായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിലായിട്ട് ഭക്ഷണശാലയുണ്ട്. ഇന്നത്തേക്ക് ഇവിടെ നല്ല ബിരിയാണിയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹം, വിവാഹ നിശ്ചയം, വിവാഹ സൽക്കാരങ്ങൾ, ജന്മദിന പാർട്ടികൾ, വിവാഹ വാർഷികങ്ങൾ, മീറ്റിങ്ങുകൾ, സൗഹൃദ സംഗമങ്ങൾ, കുടുംബ കൂട്ടായ്മകൾ, ഇവയ്ക്ക് അനുയോജ്യമായ ഓഡിറ്റോറിയമാണ് സ്റ്റാർ പാലസ് ഓഡിറ്റോറിയം. എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഓഡിറ്റോറിയം മുതലാളിയെ കാണണ്ടേ? ഇതാണ് എൻ്റെ ഒരേ ഒരാങ്ങള അജി തോമസ്. അജി തോമസിൻ്റെ ഡ്രീമാണ് ഇന്ന് നടക്കുന്നത്. ഇതെൻ്റെ ആൻറ്റിയും മാമനും. എപ്പോഴും ഹാപ്പിയാണ് ആൻറ്റിയും മാമനും. ഇതെൻ്റെ ജീവൻ്റെ ജീവൻ സൈച്ചാച്ചൻ. ഉദ്ഘാടനത്തിനായിട്ട് നമുക്ക് ഡെപ്യൂട്ടി സ്പീക്കർ എത്തിച്ചേർന്നിട്ടുണ്ട്. വിജയൻ ഗോപു മാസ്റ്റർ സാറിനെ വെൽക്കം ചെയ്യുകയാണ്.
എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ യോഗത്തിന് അധ്യക്ഷൻ എന്ന നിലയിൽ ആദ്യമായിട്ട് ഈശ്വര ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ നമ്മുടെ MLA-യുമായ ചിറ്റ ഗോപാൽ സാറിനെ ക്ഷണിച്ചുകൊണ്ടു. കേക്കെല്ലാം കട്ട് ചെയ്ത് തരും. അജി കുടുംബം, അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് കുടുംബം, ഗ്രാമപഞ്ചായത്തിൽ നിന്നും അച്ഛൻ, മറ്റ് സഹോദരി സഹോദരന്മാർ, ഈ സ്റ്റാർ പാലസ് ഓഡിറ്റോറിയം നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഒരുപാട് നാളാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്താണിത് തുടങ്ങാത്തതെന്ന് ആലോചിക്കുകയായിരുന്നു. ഇതുവഴിയുള്ള റോഡൊക്കെ ഞാൻ ചെയ്തു കൊടുത്തായിരുന്നു. അപ്പം അതുകൊണ്ട് ആളുകൾക്കും വിവിധ തരത്തിലുള്ള കല്യാണമായാലും മറ്റു പരിപാടിയായാലും ഒക്കെ നടത്തുന്നതിന് നമുക്കൊരു ഓഡിറ്റോറിയങ്ങളുടെ എണ്ണം കുറവാണ്. ഏഴാമയിൽ നമുക്കൊരു ഓഡിറ്റോറിയം ഉള്ളത്, അത് കഴിഞ്ഞാൽ പിന്നെ കടമ്പനാണ് നമ്മളുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇങ്ങനൊരു ഓഡിറ്റോറിയം വന്നത് എന്തുകൊണ്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമാണ്. നാട്ടിൽ ഒരുപാട് വികസനം നമുക്കുണ്ടാകുന്നു. അതിലിപ്പോൾ ഗവൺമെൻറ് മാത്രം വിചാരിക്കുന്ന വികസനം ഉണ്ടായില്ല. കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വരുമാനം അത് ഈ നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരിക്കുകയാണ്. ഈ ഓഡിറ്റോറിയം തീർച്ചയായും നമ്മുടെ കടപ്പന പഞ്ചായത്തിലെ 7 മൈൽ പ്രദേശം മാത്രമല്ല, കുന്നത്തൂർ മണ്ഡലത്തിൻ്റെ ബോർഡർ കൂടിയാണ്. അജിക്ക് പിന്തുണ കൊടുത്ത് മുന്നോട്ട് പോകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഭദ്രദൈവം കൊളുത്തിയത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കൃഷ്ണകുമാർ 2 വാക്ക് പറയുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രധാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട എൻ്റെ കൂടിയായ ബഹുമാന്യായ അനുഗ്രഹപ്രദമായ ആശംസ പറയുന്നത് കടമ്പനാട് വലിയ വലിയ ആശംസകാരി ജിനിൽ ജോൺ ഗോവിന്ദനെ ക്ഷണിച്ചു. അജീവിന്റെ ഈ ഒരു സംരംഭം ഒരു ദേശത്തിന്, അതോടൊപ്പം തന്നെ ഈ ഒരു സമൂഹത്തിലെ എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. പേര് തന്നെ ഒരു സ്റ്റാറാണ്. അതുപോലെ തന്നെ ദേശത്തിന് ഒരു സ്റ്റാർ പാലസായിട്ട് തന്നെ നിലനിൽക്കുവാനും അനേകർക്ക് അത് ഉപകാരപ്രദമായ രീതിയിൽ അത് ഏറ്റവും അനുഗ്രഹപ്രദമായി മുന്നോട്ടുള്ള ഓരോ നിമിഷത്തിലും അത് ഉദകത്തെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടാണ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മെ നമ്മുടെ മീറ്റിംഗ് അവസാനിക്കുകയാണ്. ഈ ചൂടത്ത് നീട്ടിക്കൊണ്ടു പോകുന്ന ദിനമല്ല എന്ന് നിങ്ങളുടെ വിധേയങ്ങൾ അത് വാങ്ങുന്നതെല്ലാം മനസ്സിലാക്കുക. ഞാനത് നല്ലോണം മനസ്സിലാക്കുകയും വെറുതെ പറഞ്ഞുദ്ധരിച്ച് നശിപ്പിച്ച് കളയാതെ പ്രയോജനപ്രദമാകുന്നത് പ്രായോഗികമായി നടപ്പിലാക്കി എടുക്കുമെന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അപൂർവം മാത്രമേ കണ്ടെത്താൻ സാധിക്കും. ഈ ഒരു സംഭവം ഒരു ഓഡിറ്റോറിയം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രദേശത്തിൻ്റെ സംസ്കാരത്തെ ഊന്നിപ്പറയുന്ന കാര്യങ്ങൾ പല സ്ഥാപനങ്ങളെ പോലെ തന്നെ സാംസ്കാരിക മുന്നേറ്റത്തിന് ഇത്തരത്തിലുള്ള ഓഡിറ്റോറിയങ്ങൾ നമ്മളെ സഹായിക്കും. അതൊരു പ്രദേശത്തിൻ്റെ സംസ്കാരമാണ്. നമുക്കൊരു പ്രദേശത്ത് ഒരു കള്ളിഷാപ്പ് ഉണ്ടാകുമെങ്കിൽ അതിൻ്റെ സംസ്കാരമുണ്ടാകും. ഒരു പ്രദേശത്ത് ഒരു സ്കൂൾ ഉണ്ടാകുമെങ്കിൽ അതിൻ്റെ സംസ്കാരം. എല്ലാവിധ നന്മയുള്ള എല്ലാവിധ സംരംഭങ്ങളും ഉപയോഗിക്കാവുന്ന വിധത്തിൽ മനുഷ്യൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ആ സാഹചര്യം നമുക്ക് പ്രയോജനപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ അഭിനന്ദനാർഹമാണ്. ഇവിടെ ഈ ഓഡിറ്റോറിയത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മുടെ ഇതര പ്രദേശത്ത് ഇവിടെ ഞങ്ങളൊരിക്കൽ
ഇവിടെ ഒരു മീറ്റിംഗ് നടന്നു കഴിഞ്ഞ 2 ആഴ്ച. അപ്പോൾ അപ്പുറത്ത് ചെറിയ റൂമെടുത്ത് അതൊരു ഗ്രാൻഡ് ഒരു ഘോഷായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വളരെ കുറഞ്ഞ പോയിട്ട് തന്നെ ആ പരിപാടി അറേഞ്ച് ചെയ്ത് ഒരു AC ഹോൾ അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് അത് ഉപയോഗപ്രദമാക്കുവാനും ഞങ്ങളുടെ ആ മീറ്റിങ്ങിൽ നിന്ന് പല പുറത്തു നിന്ന് വന്ന ആൾക്കാർ പോലും വളരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ഞങ്ങളുടെ ഇതുകൊണ്ടാണ് ഇത്ര ഭംഗിയായി നടന്നത് എന്ന് ഞങ്ങളെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്ത ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ വരെ ഇവിടെ നടന്നിട്ടുള്ള സംരംഭങ്ങളും ഇനി നടക്കുവാൻ പോകുന്ന സംരംഭങ്ങളും എല്ലാം ദൈവികമായിരിക്കട്ടെ, നമ്മുടെ പ്രദേശത്തെ സംസ്കാരം നിലനിൽക്കട്ടെ, നമ്മുടെ പ്രദേശത്തിൻ്റെ ഇത് ഒഴിവാക്കാൻ പറ്റാത്ത സംവിധാനമായി മാറി രാജ്യത്തെ സാധാരണ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനം ഉത്തരവാദിത്വം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ഇതിനുവേണ്ടി മനസ്സ് കാണിച്ച അലിയുടെ ഒരു നല്ല മനസ്സ്, മറ്റുള്ളവരുമായി സഹകരിക്കാനുള്ള ഒരു മനസ്സ്, ഒരു ദൈവികമായ ഒരു ചിന്ത, അതെല്ലാം അതിന് ഉപോത്പരകമായി സപ്പോർട്ടായി പിന്തുണയായി നിൽക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാം അതിന് ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു. ആദ്യമായി ആശംസകളുടെ ഉത്തരവാദിത്തമായിട്ട് എനിക്ക് ആശംസ ആദ്യം അറിയിക്കുന്നു. അതുപോലെ തന്നെ അപേക്ഷിച്ചുള്ളതിൽ ഈ യോഗം ഇവിടെ അവസാനിക്കുന്നതിന് വേണ്ടി കൃതജ്ഞത പറയുന്നതിന് വേണ്ടി ഞാൻ ഉപസംഹാരത്തിന് ശ്രീ അധ്യക്ഷനെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെയൊക്കെ കടന്നു വന്ന ചിറ്റയ ഗോപാൽ സാർ, കൃഷ്ണകുമാർ സാർ, കടമ്പാട് അച്ഛൻ, പിന്നെ എൻ്റെ റിലേറ്റീവ്സ് നമ്മുടെ അജിക്ക് വേണ്ടി ഞാൻ അറിയിക്കും.